ഇനി വയനാട്ടിൽ നിന്നൊരു റിപ്പോർട്ടിലേക്കാണ്. വയനാട്ടിൽ സന്ദർശകർക്കായി മനോഹരമായ ഒരു സൂര്യകാന്തി പൂന്തോട്ടം ഒരുക്കിയിരിക്കുകയാണ് ദമ്പതിമാർ. വയനാട് സ്വദേശികളായ വിനോദും ഭാര്യ ഷിബിനയും ചേർന്നാണ് 2 ഏക്കറിൽ പൂന്തോട്ടം തയ്യാറാക്കിയത്. മാനന്തവാടിയിലെ പ്രശസ്തമായ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപമാണ് സന്ദർശകരെ ആകർഷിക്കുന്ന ഈ പൂന്തോട്ടമുള്ളത്. സാധാരണ വയനാട്ടിലെത്തുന്ന സഞ്ചാരികൾ പൂന്തോട്ടങ്ങൾ കാണാൻ നേരെ പോകാറുള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്കാണ്. എന്നാൽ ഇനി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് എങ്ങും പോകേണ്ടി വരില്ല. ജില്ലയിൽ തന്നെ അതിമനോഹരമായ പൂന്തോട്ടം ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ കർണാടക ഗുണ്ടൽപേട്ട ഒരു പ്രാവശ്യം പൂപ്പാടം കാണാൻ പോയപ്പോൾ അവിടെ കണ്ടിങ്ങനെ തിരിച്ചു മനസ്സിൽ ഉദിച്ച ഒരു ഐഡിയ ആണിത്. എന്തുകൊണ്ട് ഇത് ഞങ്ങളെ താമസ സ്ഥലത്ത് വീടിൻ്റെ അടുത്ത് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ വരികയും അങ്ങനെയാണ് ഇവിടെ ഇത് പ്ലാൻ ചെയ്യാനുള്ള ഇത് ഞങ്ങൾ ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്തത്. ജനുവരിയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 60 ദിവസമാണ് ഇതിൻ്റെ പൂപ്പിക്കുന്ന ഒരു ടൈം. ഇത് പൂത്ത് കഴിഞ്ഞാൽ 1 മാസത്തോളം നിൽക്കുകയും ചെയ്യും ഇതിൻ്റെ പൂ. വയനാട് സ്വദേശികളായ വിനോദും ഭാര്യ ഷിബിനയും ചേർന്നാണ് 2 ഏക്കറിൽ പൂന്തോട്ടം ഒരുക്കിയത്. സൂര്യകാന്തി ചെടികളും പല നിറങ്ങളിലുള്ള ജമന്തി പൂക്കളും നിറഞ്ഞതാണ് പൂന്തോട്ടം. നല്ല പണിയുണ്ടായിരുന്നു. രാത്രിയൊക്കെ ഫുള്ള് വന്ന് ഓരോന്ന് ഇങ്ങനെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്, വെള്ളം കൂടിപ്പോയാലൊക്കെ ഇത് നശിച്ചു പോകും. അപ്പോൾ അതൊക്കെ കറക്റ്റായി ഇതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. മാനന്തവാടിയിലെ ഏറ്റവും പ്രശസ്തമായ വള്ളിയൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ചാണ് പൂന്തോട്ടം ഒരുക്കിയത്. സഞ്ചാരികൾക്ക് നിശ്ചിത ടിക്കറ്റ് നിരക്കിൽ പൂന്തോട്ടത്തിലേക്ക് സന്ദർശനം അനുവദിക്കും. ഇതിനോടകം തന്നെ പ്രദേശത്തെ ആളുകളെല്ലാം പൂന്തോട്ടം കാണാൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. സൂര്യകാന്തി പൂ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൃത്യമായ ജലസേചന സൗകര്യമൊരുക്കി കൃഷിയിറക്കിയ ഹൈബ്രിഡ് വിത്തുകൾ 65 ദിവസം കൊണ്ടാണ് പൂത്തത്. ഏകദേശം 4 ലക്ഷം രൂപയോളമാണ് പൂന്തോട്ടം ഒരുക്കാനായി ഇവർ ചെലവഴിച്ചത്. ന്യൂസ് മലയാളം, വയനാട്.